പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈ വിശുദ്ധ വലിയ നോമ്പിൻ്റെ 34-ാം ദിവസമായി ഇന്ന് നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ അല്പനേരം ചിലവഴിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ കർത്താവ് നൽകിയ ഈ അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് ഈ വെള്ളിയാഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ നോമ്പ് ദിനത്തിൽ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. അതിപ്രകാരമാണ്: നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ആ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു ഗൗരവമേറിയ സത്യമാണ് ഈ തിരുവചനം. ഇതൊരു ആശ്വാസവചനം മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടുന്ന ഒരു ആത്മീയ സത്യത്തെ വിളിച്ചു പറയുന്ന ഒരു വചനമാണ്. വചനം സത്യമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് ദ്രവ്യാഗ്രഹമില്ലാത്ത ജീവിതമെന്നാണ്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ദ്രവ്യാഗ്രഹം മനുഷ്യ ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും സൂക്ഷ്മമായ പാപങ്ങളിൽ ഒന്നാണ്. 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ, അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്നാണ്. ഇന്നത്തെ ലോകം നമ്മോട് പറയുന്നു: കൂടുതൽ സമ്പാദിക്കൂ, കൂടുതൽ സ്വന്തമാക്കൂ, കൂടുതൽ നേടൂ. അങ്ങനെയാണ് ഇന്നത്തെ ലോകം. പക്ഷേ ക്രിസ്തു നമ്മോട് ഇന്ന് പറയുന്നു: നിനക്കുള്ളത് മതി, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ആമേൻ. രണ്ടാമതായി ഇവിടെ പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നാണ്. പ്രിയമുള്ളവരെ, തൃപ്തി ഒരനുഭവമല്ല, അതൊരു ആത്മീയ തീരുമാനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-12 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നത്: ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു എന്നാണ്. പരിശുദ്ധനായ പൗലോസ് ശിക്ഷയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും തൃപ്തനായി. എന്തുകൊണ്ട്? കാരണം അവൻ ക്രിസ്തുവിനെ കണ്ടെത്തി. കാരണം അവൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. മൂന്നാമതായി ഈ ധ്യാനവാക്യത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ഉറപ്പാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന ഉറപ്പ്. ഇത് മനുഷ്യ വാഗ്ദാനമല്ല, ഇത് ദൈവത്തിൻ്റെ ശാശ്വത വാഗ്ദാനമാണ്. പ്രിയ ദൈവമക്കൾ, അവൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുളി ചെയ്തു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഈ ലോക ജീവിതത്തിൽ ചില സമയങ്ങളിൽ നാം ചില പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകും. ചില സമയങ്ങളിൽ നാം അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, നിരാശ, നഷ്ടങ്ങൾ,
ഇവയൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ അപ്പോഴും ഈ തിരുവചനം നമ്മോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്. അതാണ് ഈ വലിയ നോമ്പിന്റെ ആഹ്വാനം. ഈ നോമ്പ് ഉപവാസം നമ്മോട് ചോദിക്കുന്നു, നിന്റെ ആശ്രയം ആരാണ്? നിന്റെ സമാധാനം എവിടെയാണ്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം പരിശോധിച്ചാൽ അവിടെ കാണാം, നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ നോമ്പ് ദിനത്തിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന നാം ദൈവസന്നിധിയിൽ ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മെ തന്നെ വിധേയരാക്കണം. ഇന്നു നാം സ്വയം ചോദിക്കണം, ഞാൻ ദ്രവ്യാഗ്രഹത്തിൽ ജീവിക്കുകയാണോ? എനിക്കുള്ളതിൽ ഞാൻ സന്തുഷ്ടനാണോ? ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. നീ ഭയപ്പെടേണ്ട, നീ തൃപ്തനായി ജീവിക്കൂ. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ദ്രവ്യാഗ്രഹം നീക്കണമേ. നിനക്കുള്ളിൽ തൃപ്തി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ സാക്ഷ്യമായി മാറണമേ. ഈ വിശുദ്ധ വലിയ നോമ്പ് നിനക്കടുത്തെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും നിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകൾ തമ്പുരാനെ അവിടുന്ന് തുറക്കണമേ. നീ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ഭയമില്ലാതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.